ഓൺലൈനിൽ കളിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയൊരു ഗെയിമാണ് ഇത്. അത് നമുക്ക് പാർട്ട്ണറിന്റെ കൂടി നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടി അടിപൊളി കളിക്കാൻ പറ്റിയ ഗെയിമാണ് നമ്മളൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഗെയിമിന്റെ പേര് പെപ്പല്ലോ എന്നാണ്. അപ്പോൾ നമുക്കിത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഈ ഗെയിം ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന്റെ ഇന്റർഫേസ് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെപ്പല്ല എന്നൊക്കെ എഴുതി കാണിക്കും. വെറും 18 MB മാത്രമാണ് ഈ ഗെയിം വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സായിട്ടും നമ്മുടെ ഗേൾ ഫ്രണ്ടായിട്ടും നമുക്ക് അടിപൊളി കളിക്കാൻ പറ്റും. അപ്പോൾ ഈ ഗെയിമിന് കുറേ അധികം പ്രത്യേകതകളുണ്ട്. ചെറിയൊരു ഗെയിമാണെങ്കിലും നമുക്ക് ഓഫ്ലൈനും ഓൺലൈനും കളിക്കാൻ പറ്റും. ഓൺലൈനിൽ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് റൂം കൊടുക്കുക. എന്നിട്ട് റൂമിന് ഒരു പേര് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു പേര് നമ്മൾ റൂമിന് കൊടുക്കുക. ശേഷം നമുക്ക് റൂമിനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് റൂം കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണിക്കും നമ്മുടെ റൂമിൻ്റെ പേരും പാസ്വേഡും. അത് നമ്മൾ ആരുടെ കൂടെയാണ് കളിക്കുന്നത് അവരുടെ ഫോണിൽ നമ്മുടെ റൂമിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് റൂം കാണിക്കാനാണ്. എന്നിട്ട് പാസ്വേഡ് കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കൊടുക്കുക ഫസ്റ്റ് ലെവൽ, അങ്ങനെ കുറേ ലെവലുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ ആഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഈ ലെവൽ കണ്ടില്ലേ, ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ നമ്മളെ കൊണ്ട് വിടും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താനിങ്ങനെ തുഴയണമായിരിക്കും. ബോട്ട് ഇങ്ങനെ തുഴഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഇപ്പോൾ ഓഫ്ലൈൻ കൊണ്ടാണ് ഞാനിങ്ങനെ തുഴയണോണ്ട് ഇത് പോകണത്. പക്ഷേ നമ്മൾ പാർട്ട്ണറായിട്ട് കളിക്കുമ്പോൾ അത് നമ്മൾ രണ്ടാളും കൂടെ ഒരുമിച്ച് തുഴച്ചാൽ മാത്രമേ അത് ഫ്രണ്ടിലോട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ ഗെയിം വരുന്നത്. അപ്പോൾ ഇതിൽ എന്താ ടാസ്ക് വെച്ചാൽ നമ്മുടെ ബാക്കിൽ നമുക്ക് കുറേ ഒരു വിചിത്രമായ ആചാരങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകാമെന്നാണ് നമ്മുടെ ഗെയിമിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളിപ്പോൾ മെല്ലെ പോകാന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊരു ടാസ്ക് ഉണ്ട്. ബാക്കിൽ മീൻ വരുന്നുണ്ട്, ആ മീൻ നമ്മളെ തിന്നും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആവുമ്പോൾ നമ്മളിങ്ങനെ തുഴയുമ്പോൾ നമുക്ക് തുഴയുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തുഴയുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഫ്രണ്ടിലോട്ട് പോകും. പക്ഷെ നമ്മൾ പാർട്ണറായിട്ട് കളിക്കുമ്പോൾ അങ്ങനെ പോകില്ല. രണ്ടുപേരും ഒരുമിച്ച് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മാത്രമാണ് ഫ്രണ്ടിലോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മളിത് കളിച്ചിട്ട് നമ്മൾ 10ാമത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ഇത് കളിക്കാൻ പറ്റും. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഒരു മ്യൂസിക്കാണ് ഇതിൽ ഏറ്റവും അടിപൊളി. ആ മ്യൂസിക്കാണ് നമുക്ക് ഒരിക്കലും ഇറിറ്റേഷൻ ആവില്ല. നമുക്ക് വേറെ വല്ല ഗെയിമിലേക്ക് പോയാൽ നല്ലൊരു മ്യൂസിക്കാണ് നമുക്ക് ഒരു ഇറിറ്റേഷനൊക്കെ നമുക്ക് സംഭവിക്കും. പക്ഷേ ഈ ഗെയിമിൻ്റെ മ്യൂസിക് നല്ല അടിപൊളിയാണ്. അല്ലെങ്കിൽ കൂളായിട്ട് കാമായിട്ട് നമുക്ക് അത് കേട്ടിട്ട് നമ്മൾ അതിൽ ഇരുന്ന് തന്നെ പോകും. അപ്പോൾ നമുക്ക് ടൈം പോകണമെന്ന് അറിയില്ല. പല ലെവലുകളുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് കളിച്ച് ഈ ഗെയിം ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്ത് കളിച്ചാൽ മാത്രം ജയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ലെവൽ കംപ്ലീറ്റ് ആയിരിക്കും. ഒരാൾ പോയി ആ ലെവൽ കംപ്ലീറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അവിടെ ഗെയിം ജയിക്കാൻ പോകില്ല. രണ്ടാമത്തെ ആൾ ആ ലെവൽ ഫെയിൽ ആവുകയാണെങ്കിൽ ആ ജയിച്ച ആളും അത് പുറത്താവുന്നതാണ് ഗെയിമിൽ നിന്ന്. എന്നിട്ട് വീണ്ടും ഫസ്റ്റ് തൊട്ട് ഒരുമിച്ച് കളിച്ച് വരേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഈ ഗെയിം ജയിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പരസ്പരം നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഈ ഗെയിം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്രയും ചെറിയ ഗെയിമാണെങ്കിൽ ഈ ഗെയിമിൽ വലിയൊരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിത് കളിച്ചു നോക്കുക. വെറും 18 മാത്രമുള്ള ഗെയിം. അപ്പോൾ എല്ലാവരും ഒന്ന് കളിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.